ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് അയലക്കുഞ്ഞൻ മുളകിട്ട കറിയാണ്. അതിന് ആവശ്യമായ ചേരുവകൾ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഡിയേഴ്സ്, ഈ അയലക്കുഞ്ഞുങ്ങളെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അധികമായിട്ട് മുളക് പൊടിയൊന്നും എടുക്കണ്ട, ചെറുതായിട്ട് അതിൻ്റെ കളറിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു സവാളയും ഒരു പച്ചമുളകും ഒരര തക്കാളിയും മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കൂടാതെ ചെറിയൊരു പാത്രത്തിൽ ഒരര തക്കാളിയും ചെറുതായി അരിഞ്ഞിട്ടുള്ള അരിയല്ല ചതച്ചിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് കറിക്ക് ആദ്യം തന്നെ ആവശ്യമായ വസ്തുവല്ല, എന്നിരുന്നാലും അത് കറിയെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കറിക്ക് ഒരു താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെറിയ ഉള്ളിയും തക്കാളി. ഇനി നമ്മൾ അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. ആ ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൂടുതലോ കുറവോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമുള്ള ആളുകൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ നല്ലത്. കാരണം അത് കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കും. അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചെയ്തോളൂ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ആ ചട്ടിയിലേക്ക് വളരെ കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുക. ഈ ഉലുവയും ജീരകവും നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം എന്ത് ചെയ്യാം, വെളിച്ചെണ്ണയോട് ചേർത്തതിന് ശേഷം ഇതെല്ലാം വെളിച്ചെണ്ണയോട് ചേർന്നതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ച മിശ്രിതങ്ങൾ, അരച്ച് വെച്ച മിശ്രിതം എന്ന് പറഞ്ഞാൽ ഈ സവാളയും തക്കാളിയും പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ നോക്കൂ, നമ്മുടെ സവാള മിശ്രിതം നന്നായിട്ട് ചട്ടിയിൽ കിടന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മിശ്രിതത്തിലേക്ക് കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും മൂന്നും കൂടി ചേർന്നിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ചതപ്പ്, അതായത് ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ ഞാൻ എപ്പോഴും ഇതേപോലെ മിശ്രിതം എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. കാരണം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ അത് ഉപയോഗിക്കാം. അങ്ങനെ പല സാധനത്തിലേക്കും നമുക്കത് ഉപയോഗിക്കാം. നിങ്ങൾക്കും ഇതൊന്ന് ചെയ്ത് വെക്കാം കേട്ടോ. അത് നിങ്ങൾ വല്ലാതെ പേസ്റ്റാക്കി വെക്കരുത്. പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് വെക്കാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, കാരണം മഞ്ഞൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. പിന്നെ അതിന് ശേഷം ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നീട് കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കണം. പുളിയുടെ പാകം എന്ന് പറയുന്നതും നിങ്ങളുടെയൊക്കെ ഇഷ്ടാനുസരണം ചെയ്തോളൂ കേട്ടോ. കാരണം ചിലർക്ക് പുളി അധികം വേണ്ടി വരില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ പുളിയൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചോളും. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ കുഞ്ഞൻ അയലക്കുട്ടികളെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രേവിക്ക് ഇത്രയും നിറം കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവൂലേ, എന്തിനാ ഈ മീൻ കറിയിൽ ജീരകമൊക്കെ ഇടുന്നതെന്ന്. പക്ഷെ നോക്കൂ, ഈ ജീരകം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ നല്ലതാണ്. കാരണം ഈ കറിയിൽ നന്നായിട്ട് എരിവും പുളിയൊക്കെ ഉള്ളതല്ലേ, അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ ജീരകം ഇടുന്നത് നന്നായിരിക്കും. ഞാൻ നോക്കൂ മീൻ കറിയൊന്നും കഴിക്കില്ല കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കിയ മീൻ കറി നന്നെന്നൊക്കെ ഇവിടെ ഉള്ളവർ പറയും. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പകുതി തക്കാളിയും കൂടി നമ്മളവിടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം തീ കുറച്ച് വേവിക്കുക. അധികം തീ കൂട്ടി വെക്കരുത്. ഒന്ന് ചെറുതായിട്ട്, അതായത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കണം.
എല്ലാവർക്കും വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ? കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില കൂടിയതല്ലേ. നമുക്ക് എന്നാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ തന്നെ ആ കറിയുടെ ഒരു നാടൻ രുചി കിട്ടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി അയിലക്കുഞ്ഞൻ കറി റെഡി. ഓക്കെ, ട്രൈ ചെയ്തോളൂ.